ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ കുറച്ചായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഇന്ന് ഒരു കല്യാണമുണ്ട്, പിന്നെ ഒരു ചെറുക്കൻ കാണലുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ്. അപ്പോൾ ഇതാ രാവിലെ മഴക്കാറൊക്കെ കയറി മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ആദ്യം കല്യാണത്തിനാട്ടോ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു നെയ്ബറിൻ്റെ കല്യാണമാണ്. അവിടെ തൊടുപുഴ സൈഡിലാട്ടോ കല്യാണം. അപ്പം നമ്മൾ ഒരു 11 മണിക്കാണ് കല്യാണം. നമ്മൾ ഇറങ്ങിയത് നേരത്തെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ലേറ്റാവും അവിടെ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ കല്യാണം ആയതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സമയം എടുക്കും. അപ്പം കുറച്ച് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്താമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരെ ഇപ്പോൾ പോകുന്നത്. അനിയത്തിയൊക്കെ ആണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ട്, അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവർ പോയി. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിയാണ് നമ്മുടെ പാടവും കാര്യങ്ങളൊക്കെ. മഴയും കൂടെയൊക്കെ ആകുമ്പോൾ ഭയങ്കര പച്ചപ്പാട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങി. ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കാപ്പിയോ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ അത് മൂവാറ്റുപുഴയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 11 മണിയായി ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവിടെ ഒന്നും തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും 11 മണിയായി, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എല്ലാവർക്കും കൂടെ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു KFC ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പം അവർ 11 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഹാഫ് ആൻ അവറും കൂടെ ഡിലേ ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ആ മോഹം ഉപേക്ഷിച്ച് നമ്മൾ ഇനിയിപ്പോൾ തൽക്കാലം ഒരു കോഫി കുടിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തപ്പി നടന്നപ്പോൾ ചെറിയൊരു, ചെറുതല്ല, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വലിയ സെറ്റപ്പുള്ളൊരു ബേക്കറി, കൂൾ ബാർ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ രാവിലെ ആയതുകൊണ്ട് 11 മണിയായി എന്ന് പറഞ്ഞാൽ എല്ലാം അത്യാവശ്യം ഓപ്പൺ ആണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഇവിടുന്ന് നല്ല ചൂട് കടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ പബ്സും, പിന്നെ എന്താ പറയുക, ഞാൻ സമൂസ കേട്ടോ പറഞ്ഞ, അങ്ങനെയും പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കോഫിയും പറഞ്ഞു. അമ്മൂന് പബ്സ് മതിയെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് അധിക സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം അങ്ങനെ പബ്സ് എത്തിയിട്ടുണ്ട്. പബ്സൊക്കെ എല്ലാത്തിനും നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കോഫി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ അവർക്ക് ചെറിയൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൾക്കാർ കുറവാണ്, എല്ലാം ഓപ്പണായി വരുന്നതിൻ്റെ ഒരു തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അവർ കോഫി കൊണ്ടുവന്നു. അപ്പോൾ പബ്സ് കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് പകുതി ആകുമ്പോഴത്തേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മറന്നു പോയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പബ്സൊക്കെ ഇരുന്ന് കഴിച്ചു. പബ്സ് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട്. അമ്മൂന് പക്ഷേ എവിടെ കയറിയാലും പബ്സ് മതിയെന്ന് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കോഫി വന്നു, കാത്തിരുന്ന കോഫി. എൻ്റെ പൊന്നെ, ഒരു കുടം കോഫി ഉണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്ത സാധനം, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. കോഫിയൊന്നും കൊള്ളില്ല. ഈ കടികളൊക്കെ വേറെ എവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായത് എന്താണെങ്കിലും അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കോഫി ഒന്നിനും കൊള്ളില്ലായിരുന്നു. കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ നമ്മൾ ഷുഗർ ഇടാതെ മേടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് കുറച്ച് കുടിച്ചു. അമ്മൂന് പിന്നെ ഈ വക സാധനങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് അമ്മു രക്ഷപ്പെട്ടു കേട്ടോ. അമ്മു കഴിച്ചില്ല. ഈ ഒരാൾക്ക് കൊണ്ടുവന്ന കോഫി തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്ക് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് മിക്കവാറും ഫുഡ് കഴിക്കാനുള്ള സമയമാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം അത്രയും താമസിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലാ വരെ സ്ഥലം അറിയത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാത്തൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. എന്നാലും ഒരുപാട് നമ്മളെ ഇട്ട് കറക്കി. അപ്പോഴത്തേക്കും കല്യാണവും കഴിഞ്ഞ് റിസപ്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് എല്ലാവരെയും കൂട്ടി വീണ്ടും ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. കാരണം നാളെ രാവിലെ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം 2 ദിവസത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. സ്കൂളിലൊക്കെ പോയില്ലേ, അതൊക്കെ എടുക്കും. മാനേജറിന്റെ കുട്ടിയൊക്കെ പറഞ്ഞിട്ട് അത് അന്നൊരു കുട്ടി
അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് ഇത് വീണ്ടും പാലായിക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയാണ് നമ്മളൊരു ചെറുക്കൻ കാണാൻ പോകുന്നതാണ്. അപ്പോൾ അനിയത്തിൻ്റെ കല്യാണം ഏകദേശം നമ്മളിങ്ങനെ കണ്ടിങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ചെറുക്കനെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം പെണ്ണിനെയും കൂട്ടി വരാനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളിത് പ്രൊസീഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അവളെയും കൂട്ടി അങ്ങനെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളല്ല, കുറച്ച് പേരും കൂടെ ഉണ്ട്, അവർ പുറകെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള യുവാക്കള് വരനെ തേടുന്നു, അങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്. ഉണ്ട്, ഞാൻ കണ്ടതാ. ആ പെൺകുട്ടി ഒരു കസേരയിലിരിക്കുന്നു, ഈ ആള് നേരെ അപ്പ വന്നിരിക്കടാ വളർന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഞാൻ എന്റെ പരസ്യം പറയണോ ചേച്ചി? അത് ക്യാമറയുടെ പിന്നെ എനിക്ക് ഇച്ചിരി ഗ്ലാമറാണ്. നിങ്ങൾക്കല്ലേ ഞാൻ സുന്ദരിയല്ലാന്ന് പറയണേ. നാട്ടുകാരെ നിങ്ങൾ തന്നെ പറയും. അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ അമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് എല്ലാം പറയാനുണ്ടോ അമ്മയ്ക്ക്? ഞാൻ എങ്ങോട്ട് പോകാൻ പറയാനാ? എല്ലാരും കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ആ വഴിയൊന്നും അത്ര ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മാപ്പൊക്കെ ഒന്ന് നോക്കി വഴിയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം ഞങ്ങളവിടെ നിർത്തിയിട്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു, ഒരുപാട് ലേറ്റ് ആവാതെ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവളും കൂടെ കണ്ടു കഴിഞ്ഞ് ഇവൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം മമ്മിയോട് ഞാൻ ചോദിക്കുന്നതാണ് മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അപ്പോൾ മമ്മി അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് മോൾക്ക് ചെറുക്കം കാണാൻ പോകാമെന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ബഹളമായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വോയിസ് അതങ്ങ് മാറ്റിയതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെല്ലാം, അവിടെയും കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടാകും, അവരുടെ ആൾക്കാരൊക്കെ ആയിട്ട്. പിന്നെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു നേരത്തെ തന്നെ എത്തിയിട്ടോ, ഒരുപാട് ലേറ്റ് ആവാതെ നമ്മളെത്തി. ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് ഇങ്ങനെയൊക്കെ കേട്ടോ, റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെ വീടിരിക്കുന്നത്. അപ്പം ഭയങ്കര വണ്ടി ബഹളമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവരെടുത്തായിരുന്നു, കുറേ ഫാമിലി ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾ നേരത്തെ എത്തിയാലും തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ വീടിരിക്കുന്ന ആ ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ വീട്ടിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു തോടെന്ന് പറയാനൊന്നും പറ്റില്ല, വെള്ളമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളെല്ലാവരും പിന്നെ അവരുടെ ആൾക്കാരും. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഞങ്ങൾ വിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.